ഒരു 5 മുതൽ 10% വരെ ചോദ്യങ്ങൾ കറണ്ട് അഫെയർ ചോദ്യങ്ങൾ കൂടി വരുന്നുണ്ട്. അല്ലെങ്കിൽ ഇപ്പൊ ഹിസ്റ്ററിയിൽ നിന്ന് തന്നെ വരുന്ന ചോദ്യങ്ങൾ കറണ്ട് അഫെയർ വരും. അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചും സനാതന ധർമ്മത്തെ കുറിച്ചും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ് കേരളത്തില്. അടുത്ത പരീക്ഷയ്ക്ക് ഇതൊരു ചോദ്യമാവാനുള്ള കാരണം ഹിസ്റ്ററി ആണോ അത് ഈ കറന്റ് നടക്കുന്ന ചർച്ചയാണോ എന്ന് ചോദിച്ചാൽ കൂടുതൽ കാരണം എന്താ, കറന്റ് നടക്കുന്ന ചർച്ചയാണ്. നടന്നൊരു സംഭവം പറയാം. വൈക്കം സത്യാഗ്രഹം ഏത് ചരിത്ര പ്രസിദ്ധമായ ഒരു പ്രക്ഷോഭവുമായിട്ട് ബന്ധപ്പെട്ടതാണ് 100 വർഷം ആഘോഷിക്കുന്നത്. 100 വർഷം ആചരിക്കുന്ന ഏതുമായിട്ട് ബന്ധപ്പെട്ടാണ്, ഹിസ്റ്ററിയായിട്ട് ബന്ധപ്പെട്ടാണ്. അങ്ങനെ സ്റ്റാറ്റിക് ആയിട്ടുള്ളത് പോലും കറണ്ട് അഫയേഴ്സിൽ വരുന്ന രീതിയിലേക്ക് ആർട്ട് സ്പോർട്സ് ഡീൽ ചെയ്യുന്ന ആൾക്ക് അത് കുറച്ചുകൂടെ നന്നായിട്ട് പറയാൻ പറ്റും. എങ്ങനെയാ കറണ്ട് അഫെയർ ചോദ്യങ്ങളുടെ എണ്ണം കൂടുന്ന അർച്ചന മിസ്? ഇപ്പോൾ കറണ്ട് അഫയേഴ്സിന്റെ എണ്ണം ഭയങ്കര കൂടുതലാണ്. ഇപ്പൊ നിങ്ങൾ എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ എല്ലാ സബ്ജക്റ്റുകളിലും കാണാം. പക്ഷേ ആർട്ട് സ്പോർട്സ് കൾച്ചർ ലിറ്ററേച്ചറിൽ ഇതിന്റെ എണ്ണം കൂടുതലാണ്. ഇതിൽ തന്നെയാണ് എന്താണ് PSCക്ക് ഒന്ന് പിടിക്കണം എന്ന് വെച്ചാൽ റാങ്ക് ഫയലുകളൊക്കെ മാത്രം പഠിച്ച് സ്റ്റാറ്റിക് ആയിട്ടുള്ള കുറച്ച് നോട്ട്സുകൾ പഠിച്ചു പോകുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ വിയർക്കും. പത്രം വായനയില്ല, അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് കറണ്ട് അഫയേഴ്സ് ഫോളോ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ബുദ്ധിമുട്ട് കാണും. ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പം കഴിഞ്ഞ എക്സാമുകളിൽ ഒളിമ്പിക്സിനെ കുറിച്ച്, പാരീസ് ഒളിമ്പിക്സിനെ കുറിച്ച് എല്ലാത്തിലും പറഞ്ഞിരുന്നു. നമ്മുടെ മാരത്തോണിൽ കവർ ചെയ്തിരുന്നു, എല്ലാ ഭാഗങ്ങളും കവർ ചെയ്തിരുന്നു. പക്ഷേ പണ്ടൊക്കെ എങ്ങനെയായിരുന്നു PSC ചോദിച്ചിരുന്നത്? ഒളിമ്പിക്സ് നടന്ന വർഷം ചോദിക്കും, അല്ലെങ്കിൽ അതുമായി ബേസ് ചെയ്ത കാര്യങ്ങൾ ചോദിക്കും. പക്ഷേ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ ആർക്ക് വേണമെങ്കിലും എടുത്തു നോക്കാം, എല്ലാത്തിലും പാരീസ് ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞ അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, അതും ജസ്റ്റ് ഏത് വർഷം അല്ലെങ്കിൽ ആർക്ക് അങ്ങനെയൊന്നും അല്ല. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ജാവലിൻ ത്രോ നീരജ് ചോപ്രയ്ക്കല്ല കിട്ടിയെന്നുള്ളത് നമുക്കറിയാം. പക്ഷെ ചോദ്യം വന്നതാരാ? പാകിസ്ഥാനിയായ ആ വ്യക്തി എന്ന് പറഞ്ഞ ഒരു പാരഗ്രാഫ് പോലെ ക്വസ്റ്റ്യൻ തന്നിട്ട്. ഈ മാറ്റം എല്ലായിടത്തും കാണുന്നുണ്ട്. ഇപ്പൊ കഴിഞ്ഞ തവണ PSC ഡിഗ്രി തലത്തിലും ചോദിച്ചത് ഹോക്കിയിൽ നമ്മൾ പെർഫോം ചെയ്തു എന്നതുകൊണ്ട് ഹോക്കിയുടെ ഇന്ത്യയുടെ ചരിത്രമാണ് ചോദിച്ചത്. അപ്പോ ആ ഒരു അറിവ് കറണ്ട് അഫെയറിലെ ഒരു വിഷയത്തിന് കാലിക പ്രസക്തി വരുമ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ പ്രിമൈസ് അല്ലെ അതിന്റെ ചരിത്രം അറിയാനുള്ള ബാധ്യത സർക്കാർ ജോലിയിലേക്ക് ശ്രമിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കുണ്ട് എന്നുള്ളതാണ് PSC ചോദ്യങ്ങളിലൂടെ അതൊരു സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. അത് അവരുടെ പ്രീവിയസ് ഹിസ്റ്ററിയുടെ അല്ലെങ്കിൽ അവരുടെ മുൻകാല കൃതികൾ വരെ ചോദിച്ചുകൊണ്ടുള്ള ചോദ്യമാണ് ചോദിച്ചത്. ബുക്ക് പ്രൈസ് കിട്ടിയത് വെച്ച് ചോദ്യം ചോദിക്കുന്നുണ്ട്. അപ്പം കറണ്ട് അഫയേഴ്സും ആർട്ട് സ്പോർട്സ് കൾച്ചർ ലിറ്ററേച്ചറുമായിട്ട് ബന്ധപ്പെടുമ്പോഴത്തേക്കും നമ്മൾ നന്നായി തന്നെ പഠിച്ചു പോകണം എന്ന് പറഞ്ഞ് ഫാക്റ്റ് ആണ്. എന്നാ വേണ്ട, അങ്ങനെയല്ല. കറണ്ട് അഫയേഴ്സ് ഓറിയന്റഡ് ആയിട്ട് പക്ഷേ അതിന്നിപ്പം അർച്ചന മിസ് പറഞ്ഞു വെക്കുന്നത് റാങ്ക് ഫയൽ അധിഷ്ഠിതമായിട്ട് സമീപിക്കേണ്ട ഒരു പരീക്ഷ അല്ലാതായി തീർന്നിരിക്കുകയാണ്. റാങ്ക് ഫയൽ മാറ്റേണ്ടി വരും.